ഹോളി മ്യൂസിക് തിരുപ്പിറവി കൊണ്ടാടുന്ന വേളയിൽ തിരുവചനങ്ങളുടെ കാലിക പ്രസക്തിക്കായി കാതോർക്കാം, ചിന്തിക്കാം. ഹോളി മ്യൂസിക്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. പരിശുദ്ധമായ എൽദോ നോമ്പിൻ്റെ വിശുദ്ധീകരണ കാലഘട്ടത്തിലൂടെയാണല്ലോ നാം ഇപ്പോൾ കടന്നു പോകുന്നത്. സ്വർഗത്തിലെ രാജകൊട്ടാരം ഉപേക്ഷിച്ച് ഭൂമിയിലെ പുൽത്തൊട്ടിയെ പുൽകിയ ക്രിസ്തുവിൻ്റെ ജനനപ്പെരുന്നാൾ. ദൈവമായി ജനിക്കേണ്ടവൻ മനുഷ്യനായി അവതരിച്ച ആ സുദിനം സ്വർഗത്തിനും ഭൂമിക്കും ഒരുപോലെ ആനന്ദം നൽകിയതായിരുന്നു. സ്വർഗത്തിലെ മാലാഖമാർ ആ മുഖം കാണുവാൻ ഭൂമിയിൽ പറന്നിറങ്ങി. ഒരു നോക്ക് അവനെ ദർശിക്കുവാൻ ആട്ടിടയന്മാരും വിദ്വാൻമാരും ബേഥലഹേമിലേക്ക് നടന്നു നീങ്ങി. ദൈവപുത്രൻ്റെ ജനനത്തെ വരവേൽക്കുവാൻ ഭൂമിയും ഭൂതലവും സ്വർഗവും നക്ഷത്രങ്ങളും എല്ലാവരും ഒരുങ്ങിയ ആ മഹാദിനത്തിലേക്കുള്ള നമ്മുടെ തീർത്ഥയാത്ര. ആ ദൈവപുത്രന് ജന്മം നൽകുവാൻ സാധിച്ച മാതാവിൻ്റെയും അവനെ കൈകളിലെടുത്ത മാർ യൗസേപ്പിൻ്റെയും ജീവിതം എത്രമേൽ സൗഭാഗ്യകരമായിരിക്കണം. പ്രത്യേകിച്ച് നാളത്തെ വിശുദ്ധ ഞായറാഴ്ച നാം യൗസേപ്പിനോടുള്ള അറിയിപ്പിൻ്റെ ദിനമായി കൂടെ ആചരിക്കുകയാണല്ലോ. ദൈവം തിരഞ്ഞെടുത്ത മറിയാമിൻ്റെ അഭിമാനം സംരക്ഷിക്കുവാൻ, അവളെയും കുഞ്ഞിനെയും ഏറ്റെടുക്കുവാൻ ആ പിതാവ് തയ്യാറാകുന്നു. അവിടെയാണ് ഈ വന്യപിതാവിൻ്റെ മഹത്വം നാം തിരിച്ചറിയേണ്ടത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 34-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നാണല്ലോ. ദൈവപുത്രന് ഒരു കന്യകയിൽ ജഡം ധരിക്കാൻ ദൈവം അവസരമൊരുക്കിയപ്പോൾ അവളുടെ മഹത്വം എത്രമാത്രമായിരിക്കണമെന്ന് ലോകത്തിന് വെളിവാക്കുവാൻ ഇതുമൂലം കഴിഞ്ഞു. കന്യക മറിയാമിൻ്റെയും യൗസേപ്പിൻ്റെയും ജീവിത വിശുദ്ധി ലോകരക്ഷകൻ്റെ മാതാപിതാക്കളായി മാറ്റപ്പെടുവാൻ മാത്രം ശ്രേഷ്ഠമായിരുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുവല്ലോ. അതുകൊണ്ട് ഈ ക്രിസ്തുമസ് കാലയളവിൽ നോമ്പാകുന്ന പാതയിലൂടെ സഞ്ചരിച്ച് വിശുദ്ധിയുള്ളവരായി ജീവിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം ചൊരിയുന്ന നക്ഷത്രങ്ങളുമായി രൂപാന്തരപ്പെടുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. തയ്യാറാക്കിയത് അജിൻ ടി കെ, D2 ഫിസിക്സ്.